പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരുമിച്ച് ഭക്തിയോടെ ഈ പ്രാർത്ഥനയിലായിരിക്കാം. നാളിതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും പരിശുദ്ധ അമ്മ അറിയുന്നുണ്ട്. നമുക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കും. ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. നമ്മുടെ സങ്കടങ്ങൾ ഇതാ മാറാൻ പോകുന്നു. നമ്മുടെ ദുഃഖങ്ങൾ ഇതാ മാറാൻ പോകുന്നു. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകാൻ പോകുന്നു. വിശ്വാസത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മയിൽ ഏൽപ്പിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദവര മാതാവേ, ഹൃദയം നുറുങ്ങുന്ന വേദനകൾ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമായി അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള എല്ലാവിധ അന്ധകാര ശക്തികളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഞങ്ങളുടെ ജീവിതയാത്രയെ അമ്മ പ്രകാശമുള്ളതാക്കി മാറ്റണമേ. വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അമ്മ വഴി തെളിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെല്ലാവരും പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നുവരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വഴിവാതിലുകൾ തുറക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. എല്ലാവിധ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, ഈ നിമിഷം ആ മക്കളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന വേദന അമ്മയൊന്ന് കാണണമേ. അവരുടെ വേദനകൾക്ക് ആശ്വാസം കൊടുക്കണമേ. പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ അങ്ങയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയതുപോലെ, ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈശോയെ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ ഈ അവസ്ഥകളെ മാറ്റാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ആ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി ഭയന്നിരുന്ന കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതമായി വെള്ളം വീഞ്ഞാക്കിയത്. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഈ അവസ്ഥകളെയും അമ്മ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കൾക്ക് അതിനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ. ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ അതിവേഗം തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ. അമ്മേ മാതാവേ, രോഗത്താൽ വലയുന്നവരെ അമ്മ സഹായിക്കണമേ. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. എല്ലാ മക്കളുടെയും ഹൃദയഭാരങ്ങളെ കാണണമേ. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോയിട്ട് തിരികെ വരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ,
സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുവാനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് തുറന്നു കൊടുക്കണമേ. അമ്മേ മാതാവേ, കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കഴിയുന്ന മക്കൾക്ക് അമ്മ കാവലും സംരക്ഷണവും നൽകണമേ. അവരുടെ കണ്ണുനീർ നിറഞ്ഞ ജീവിതത്തെ അമ്മ കാണണമേ. ശക്തമായി അവർക്ക് നേരെ വാതിലുകൾ തുറക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല തമ്പുരാനെ. ഞങ്ങൾ കണ്ണീരോടെ ഈ ഭൂമിയിലിരുന്ന് നിലവിളിക്കുമ്പോൾ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, അടഞ്ഞുപോയ വാതിലുകളെ തുറക്കണമേ. അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ. അമ്മേ മാതാവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മാതാപിതാക്കളുടെ കണ്ണുനീർ കാണണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഫോണിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനായി അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദുസ്വഭാവത്താൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അത്ഭുതമായി അമ്മ ഇറങ്ങിച്ചെല്ലണമേ. എല്ലാ മക്കളെയും അമ്മ തിരികെ കൊണ്ടുവരണമേ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ലെന്നും സ്വർഗത്തിലാണ് നമ്മുടെ ശാശ്വതമായ ജീവിതമെന്നും ഓരോ മക്കളെയും വെളിപ്പെടുത്തണമേ. ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ദൈവം ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. ഈശോനാഥ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കടങ്ങളെ എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ വാതിൽ തുറക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇതാ ഞങ്ങൾ കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നൽകുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അമ്മേ മാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ആ അൽത്താരയിൽ വന്നു നിന്ന് അനേകം മക്കളുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കണമേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗത്തെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.